നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ ഇവിടെ എത്തിയിരിക്കുകയാണ്. കുറെ കഷ്ടപ്പെട്ടാണ് കിട്ടിയത്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? വെരി വെൽ ഓർഗനൈസ്ഡ്, വെരി ബ്യൂട്ടിഫുൾ, വെരി എസ്തെറ്റിക്. ഭയങ്കര രസമുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്നായിരിക്കും നിങ്ങളിപ്പം ഫസ്റ്റ് തിങ്ക് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഇതാണ്. എല്ലാവരും എൻ്റെ ഔട്ട്ഫിറ്റ് 10ൽ റേറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് നമ്മുടെ ശ്രുതി രജനികാന്ത് ഇല്ലേ, ചേച്ചിയുടെ പെർഫ്യൂം ലോഞ്ചാണ് ഇന്ന്. സോ നമ്മൾ കളമശ്ശേരി വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രോഗ്രാമിൻ്റെ ഇവൻറ്റ് കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ ചേട്ടനാണ്, ലിബിറ്റോസ്. സോ അത് റിലേറ്റഡ് ആയിട്ട് എനിക്കിന്ന് ഇവിടെ വരാൻ പറ്റി. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെ എത്രയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പം മാക്സിമം പറ്റുന്ന പോലെ എടുക്കാം. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോസിലും കാര്യങ്ങളിലോട്ടും പോവാം. ഇന്ന് പെർഫ്യൂം ലോഞ്ച് മാത്രമല്ല, ഓണ സെലിബ്രേഷൻ പ്ലസ് പെർഫ്യൂം ലോഞ്ച് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ചെയ്യണത്. സോ ഇന്ന് നമുക്ക് നോക്കാം. കുറേ പേര് വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. സോ നമുക്ക് ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ ഗൈസ്. ഞാനിവിടെ സെറ്റ്. ഞാനിവിടെ ഈ ഒരു നല്ല അടിപൊളി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. സോ ഞാൻ ഇവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓരോ നല്ല അടിപൊളിയായിട്ട് റിസോർട്ടിൽ തന്നെ വരുന്നത്. ആൻഡ് ഓക്കെ, ഇവിടെ റിസോർട്ട് ഇതാണ്. ഇത് ഇവിടാണ് എൻട്രൻസ്. കണ്ടോ, അടിച്ചോണം പൊളിച്ചോണം കണ്ടോ. എനിക്ക് ഇന്നത്തെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് അകത്തോട്ട് കയറാം. കയറുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ചേച്ചിയുടെ ഓണം സെലിബ്രേഷൻ ആൻഡ് പെർഫ്യൂം ലോഞ്ച്. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു അത്തപ്പൂ. ഓൾസോ നമ്മുടെ ആഡ് ഇവിടെ ഗോയിങ് ഓൺ. ഓണ സെലിബ്രേഷൻ്റെ അത്തപ്പൂ ഇവിടെ സെറ്റാണ്. ഇതാണ് നമ്മുടെ ലിബിറ്റോസിൻ്റെ മുതലാളി. എന്താണ് പറയാനുള്ള മുതലാളിക്കും എല്ലാം പറയാം. നാണം കുടുങ്ങിയ മുതലാളി. മീൻസ് അങ്ങനെ ഞാൻ ഒരു റിസോർട്ട് ഫുള്ള് ഇങ്ങനെ നോക്കി ഓരോ അറ്റം ഇങ്ങനെ നോക്കി നിരീക്ഷിച്ച് ഫൈനലി ഞാൻ ഇവിടുത്തെ വാഷ്റൂമിലെത്തി. ഇനിയും ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അറിയോ, ഇത് ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിലെത്തി ഗൈസ്. ഇതിവിടെ ഫുള്ള് വെള്ളവും കാര്യങ്ങളും. നല്ല രസം ഇങ്ങനെ കറങ്ങി നടക്കാനല്ലേ. ഇവിടെ ഒരു അടിപൊളി സാധനമുണ്ട്. ഞാനിത് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. മനസ്സിലാം. എന്ത് രസമാണ് നോക്കിക്കേ, അടിപൊളിയല്ലേ. കൊള്ളാം. അങ്ങ് നമ്മുടെ ശ്രുതി ചേച്ചിയുടെ പെർഫ്യൂം എന്താണ് പ്രൊജക്റ്റ് എന്നും പറഞ്ഞ സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അടിപൊളി സ്പോട്ടുണ്ട്. കണ്ടോ, നല്ല രസമില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. കണ്ടോ, അടിപൊളി ഹൈലൈറ്റ് പീസ്. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. അടിപൊളി കിണ്ണങ്കാച്ചി സ്ഥലം. ഇതിപ്പോ എന്റെ മുടി ഫുള്ള് ഇത് വിയർത്തട്ട്. ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുക ഗൈസ്. അങ്ങനെ ഓരോരുത്തർ വന്നു തുടങ്ങി. അതായത് ചെണ്ടക്കാർ അവരൊക്കെ വന്നു തുടങ്ങി. പിന്നെ 10:30 നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞേക്കുന്നത്. സോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ശ്രുതി ചേച്ചിട്ട് സംസാരിച്ചു, ഞങ്ങളങ്ങോട്ട് കൂടി സംസാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മുടി എക്സ്പ്ലോർ ചെയ്ത് മുടിയൊക്കെ ഫുള്ള് സീനായി. ഞാനത് ഒതുക്കാൻ വേണ്ടി ഇതാണ്ട് കാറി വന്നേക്കുവാണ്. സോ ലെറ്റ്സ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ. ഞാനിപ്പോൾ പുറത്ത് വന്നാൽ വീഡിയോ എടുക്കുന്നത്, കാരണം അതിൻ്റെ അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുക. സോ നമുക്ക് നോക്കാം. ബേസ് അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു ബാക്കിൽ. അപ്പം ഞാൻ ഇങ്ങനെ നടക്കുക. ഓരോ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ സംഭവങ്ങൾ പണികൾ വെക്കും ചെയ്യും. അങ്ങനെ നടക്കുന്നു. സാരംഗിയെ പറ്റിയൊക്കെ റിവ്യൂ പറയാനാണെങ്കിൽ എന്ത് പറയാനാ. എന്റെ കല്യാണം ഇവിടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഗൈസ്, ഇവിടെ നമ്മുടെ ഓരോ സെലിബ്രിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസിലെ സാബുമാൻ, പിന്നെ നമ്മുടെ അശ്വതി ചേച്ചി, മറ്റേ ലേഡീസ് റൂം സീരീസ് കാണുന്നവർക്കറിയാം
ചാരു അങ്ങനെ തൊള്ളി അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സെലക്ട് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ശ്രുതി ചേച്ചി, അശ്വതി ചേച്ചി, ഇത് അവിടെ സാബുമാൻ, പിന്നെ കുറേ ക്യാമറാമാൻസ്, സോഷ്യൽ മീഡിയാസ് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ലുക്ക് നമ്മുടെ അവിടെ റീൽസ് ചെയ്യുന്നവരിരിപ്പുണ്ട്, ഇവിടെ ഇവരിരിപ്പുണ്ട്. നമ്മൾ എല്ലാരും കുറച്ച് ദിവസമായി ഈ ഒരു ദിവസം incredible 1 year successful journey ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി കൊടുക്കാം for this incredible and ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു journey. 2, 1, here we go. Sense of Kerala by the Perfume Project. Oh my god, such a beautiful moment ആയിരുന്നു. And ഇതാണ് Sense of Kerala 5 fragrances അല്ലേ? ഇവിടെ എല്ലാരും പെർഫ്യൂം സ്മെൽ ചെയ്തോണ്ടിരിക്കുവാണ്. എന്താണ് ഇവിടെ ഫുള്ള് സ്മെല്ല ഗൈസ്, അങ്ങനെ എല്ലാരും ഇവിടെ ഫ്രാഗ്രൻസ് സ്മെൽ ചെയ്തോണ്ടിരിക്കുവാണ്. എന്റെ ഫ്രണ്ടില് എനിക്ക് നല്ല മണം അടിക്കുന്നുണ്ട്, നല്ല നല്ല സൂപ്പർ മണം. 4-5 ഫ്രാഗ്രൻസ് ഇവരിപ്പോ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ആര്യാബായി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും ഇവിടെ ഭയങ്കര തിരക്കിലാണ്. എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് എന്ത് തോന്നുന്നു, കാരണം ഇപ്പൊ പ്രേമ മൂട് പിടിച്ച് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് പിടിച്ചാണ് വേറിട്ട് നിൽക്കട്ടെ, ഞാൻ മാത്രം ഇവിടെ ചെത്തി നിൽക്കട്ടെ എന്നുണ്ട്. സാബുമാൻ, ഓവർ ടു യു. തന്നെയാണ് സുന്ദരിക്ക്. ആ ഓക്കെ, സുന്ദരിനെ എവിടെ നിർത്തണ്ടേ? അതെ, നിങ്ങൾ ഇത്രയും വേഗം ഓണത്തിലേക്ക് എത്തുന്നത് ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. റൂം കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. അപ്പൊ ഭയങ്കര താങ്ക് യു സോ മച്ച് ഡിയർ. ഞാനിപ്പോ നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ ഒരു ഡാൻസ് ഒക്കെ കണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുന്ദരിയായ ലേഡിയുടെ കൂടെ നിൽക്കുകയാണ്. ആര്യ ചേച്ചിയോടെയാണ് നിൽക്കുന്നത്. അപ്പൊ നല്ല ബ്യൂട്ടി, നല്ല സാരി കൊടുത്ത് ഭയങ്കര സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതായിരുന്നു? വിഭൂതി. എനിക്കും കറന്റ്ലി അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്നത്തെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം വെരി വെൽ ഓർഗനൈസ്ഡ്, വെരി ബ്യൂട്ടിഫുൾ, വെരി എസ്തെറ്റിക്. ഭയങ്കര രസമുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. എന്താണ് പറയാനുള്ളത്? നല്ല വിശപ്പുണ്ട്, നല്ല ഫുഡ് അടിക്കണം. അതെ, നമ്മുടെ നീലക്കുയിലെ ഓണറെ ഞാൻ കാണിച്ചു തരാം. അറിയത്തില്ല ആള്, അറിയാതെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കിടന്നും മരുന്നും ഇരുന്നും വയറ് നിറച്ച് കഴിച്ച്. ഇയാൾ ഇത്ര നേരം ഉണ്ടായിരുന്നു ഇവിടെ? ചോദിച്ചേച്ചി നാളെ ഉണ്ടോ ചോദിക്കും. എവിടെ ഇരുന്നു ഇത്ര നേരം? ഇവിടെ നല്ല സദ്യ കഴിക്കാൻ പോവാണ്. സദ്യ ഭയങ്കര മുതുക്ക് ഇലയായിപ്പോയി. എടാ ഇത് ചുമ്മാ അല്ലേ, വരുന്നവരല്ലേ എന്നോട് പറയുന്നുണ്ട് ഇതെന്താ കിടക്കാനുള്ള. അതെങ്ങനെ കിടന്ന വയറ് നിറച്ച് കഴിക്കും. ഇവിടെ ഒരു 10-20 കറിയുണ്ട്. കറി കണ്ടോ, ഒരു മുതുക്കയില നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വയറ് നിറഞ്ഞു. ഒരു 2-3-4 പേർക്ക് കഴിക്കാനുള്ളതാണ്. വയറ് നിറഞ്ഞു. ഇനി ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. പക്ഷെ നമുക്ക് മ്യൂസിക് കോൺസേർട്ട് ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാറിൽ കിടന്നുറങ്ങാം. ഒരു തീരുമാനം ഉള്ള കാറ്റഗറിയാണ് ഞങ്ങൾ രണ്ടുപേരും. അതെ, അതുകൊണ്ട് അങ്ങനെ
അങ്ങനെ നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ ഇവിടെ എത്തിയിരിക്കുകയാണ്. കുറെ കഷ്ടപ്പെട്ടാണ് കിട്ടിയത്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം എങ്ങനെ പരിപാടി കളറല്ല എന്നാ? അടിപൊളിയായിരുന്നു. ഇവന്റ് ഒക്കെ സെറ്റ് അല്ല എന്നാ? എല്ലാവരും വന്ന് സൂപ്പർ ആക്കി തന്നു. ഒരുപാട് സന്തോഷം. ഞാൻ ഡബിൾ ഹാപ്പിയാണ്. ആൻഡ് പെർഫ്യൂംസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് മറ്റേ വിഭൂതി അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര മറ്റേ ഞാൻ ഈശയിലൊക്കെ ആ ഒരു സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇത് കിട്ടി. അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ടാറ്റാ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ ബൈ.